good morning, welcome back to general awareness class. അപ്പോൾ നമ്മുടെ മിടുക്കന്മാരും മിടുക്കുകളും എല്ലാവരും ജനറൽ അവയർനെസ് ക്ലാസ്സിനായി വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഇന്നത്തെ പുതിയ ഇൻഫർമേഷൻസുമായി ഞാൻ ഇതാ എത്തിക്കഴിഞ്ഞു. നിങ്ങൾ എല്ലാവരും തയ്യാറല്ലേ? ആർ യു റെഡി? യെസ്, വി ആർ റെഡി അല്ലേ? നമ്മളെല്ലാവരും തയ്യാറാണ്. അപ്പം നമ്മൾ പുതിയ കുറച്ച് ന്യൂ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്ത് ചെയ്യാൻ പോവാണ്? എല്ലാവരും അങ്ങോട്ട് എടുത്തോണ്ട് പോകാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള പുതിയ ഇൻഫർമേഷൻസ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് അബൌട്ട് അവർ സീസൺസ്. ഇറ്റ്സ് അബൌട്ട് അവർ സീസൺസ്. ഞാനിത് എവിടെ നിന്നാണ് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ? നമ്മളുടെ ജനറൽ അവയർനെസ് ടെക്സ്റ്റിൽ നിന്നാണ്. ഏത് ടെക്സ്റ്റ്? തേർഡ് ടേം ടെക്സ്റ്റിൽ നിന്ന്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? 86th പേജ് എടുക്കുക. 86th പേജിൽ വളരെ വൃത്തിയായി സീസൺസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്നാൽ പേജ് നമ്പർ 86 പോയാലോ? Come on. We have 5 main seasons in a year. ഒരു വർഷത്തിൽ 5 പ്രധാനപ്പെട്ട സീസൺസ് ആണുള്ളത്, കാലയളവുകൾ. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് അറിയണ്ടേ? The first one is winter, second one is spring, third one is summer, and the fourth one is monsoon, and the fifth one is autumn. ഇതാണ് നമ്മൾ പഠിക്കുന്ന 5 സീസൺസ്. എന്താണ് സീസൺസ് എന്ന് പറഞ്ഞാൽ? എന്താണ് സീസൺസ് എന്ന് പറഞ്ഞാൽ ആർക്കറിയാം? അറിയുമോ എന്താ സീസൺ? അറിയില്ല, ഞാൻ പറഞ്ഞു തരട്ടെ. സീസൺ എന്ന് പറഞ്ഞാൽ ഓരോ കാലങ്ങളാണ്. നിങ്ങൾക്ക് എല്ലാ സമയത്തും ഒരേ തണുപ്പാണോ അനുഭവപ്പെടുക? ഇപ്പോഴൊക്കെ രാത്രിയിൽ എത്രത്തോളം തണുപ്പുണ്ട്? ഒരുപാടുണ്ടല്ലേ. എന്തിന് രാത്രി? ഇപ്പോൾ പോലും നമുക്ക് തണുപ്പ് അനുഭവപ്പെടുന്നില്ലേ? ഉണ്ട്. ഈ തണുപ്പ് കുറച്ചു കാലം കഴിയുമ്പോൾ ചൂടായി മാറില്ലേ? ഇനി ഒരു 2-3 മാസം കഴിയുമ്പോൾ എന്തായിരിക്കും? നല്ല ചൂടായിരിക്കും. പകല് മുഴുവൻ ചൂട്, രാത്രി മുഴുവൻ ചൂട്. നമുക്ക് സഹിക്കുവാനേ കഴിയില്ല, അല്ലേ? അതെ. എന്താണ് ഇതിന് കാരണം? എന്തായിരിക്കും കാരണം? എന്താണെന്ന് പറഞ്ഞാൽ കാലങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരിക്കും. നമുക്ക് ഋതുഭേദങ്ങളുണ്ട്. ഈ ഋതുഭേദങ്ങളാണ് ഈ മാറ്റത്തിന് കാരണമാകുന്നത്. എന്താണ് ഋതുഭേദം? സീസൺ ചേഞ്ച് അഥവാ വെതർ ചേഞ്ച് ആണ് ഋതുഭേദം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായോ? ഋതുഭേദം എന്നത് അതിന്റെ മലയാളം വാക്കാണ്. അപ്പോ ഈ സീസൺ ചേഞ്ചസ് നമ്മളിൽ ഉണ്ടാക്കുന്ന അനുഭവങ്ങളാണ് ഈ ചൂടും തണുപ്പും ഒക്കെ. ചില സമയത്ത് മഴ പെയ്യും, ചില സമയത്ത് മഞ്ഞ് പെയ്യും. മഞ്ഞ് പെയ്യുന്നത് കണ്ടവരുണ്ടോ? ഉണ്ടോ? പറഞ്ഞു കേട്ടതല്ലേ. എങ്ങനെയാണ് മഞ്ഞ് പെയ്യുക? മഴ പെയ്യുന്ന പോലെ വീണുകൊണ്ടിരിക്കുമോ? അതെ, വീണുകൊണ്ടിരിക്കും. പക്ഷെ നമുക്കത് ഈസിലി ആയിട്ട് കാണാൻ സാധിക്കില്ല. സംടൈംസ് നമുക്ക് ഏർലി മോർണിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ഇവിടെ ഒരു മങ്ങൽ ഉണ്ടാവും, അല്ലെ? വൈറ്റ് കളറിലൊരു ലെയർ നമ്മുടെ മുമ്പിൽ ഉണ്ടാവും. മുമ്പിൽ എന്ന് വെച്ചാൽ കുറച്ചു ദൂരെ. അതിന്റെ റീസൺ എന്താണ്? അതിന്റെ റീസൺ ഈ മഞ്ഞാണ്. ഡ്യൂ. എന്താണ്? ഡ്യൂ. DEW, ഡ്യൂ. മഞ്ഞ് വീഴുമ്പോഴാണ് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്നത്. മനസ്സിലായോ? അപ്പോ അത് മഞ്ഞുകാലത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഏത് കാലത്തിന്റെ സ്പെഷ്യാലിറ്റിയാണ്? മഞ്ഞുകാലത്തിന്റെ സ്പെഷ്യാലിറ്റിയാണ്. അത്തരത്തിൽ മഞ്ഞ് പെയ്യുന്ന കാലം മഞ്ഞുകാലം എന്നറിയപ്പെടുന്നു. മഴ പെയ്യുന്ന കാലമോ മഴക്കാലം എന്നറിയപ്പെടുന്നു. ഇനി ചില സമയങ്ങളിൽ പെയ്യുന്നത് വേനലാണ്. എന്താണ്? വേനലാണ്. എന്താണ് വേനൽ എന്ന് പറഞ്ഞാൽ? ചൂട്, നല്ല ചൂടുള്ള കാലം. അതാണ് വേനൽക്കാലം. അങ്ങനെ പല കാലങ്ങളുണ്ട്. പൂക്കൾ വിരിയുന്ന കാലമുണ്ട്, ഇലകൾ പൊഴിയുന്ന കാലമുണ്ട്. അവയെ കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ആദ്യം പഠിക്കുന്നത് വിന്റർ ആണ്. ആരാണ്? വിന്റർ. WINTER. വിന്റർ. വിന്റർ എന്ന് പറഞ്ഞാൽ മഞ്ഞ് പെയ്യുന്ന കാലം. നിറയെ മഞ്ഞുള്ള ക്രിസ്മസ് പപ്പയൊക്കെ വന്നു പോകുന്ന ഈ തൊട്ടടുത്ത് കടന്നു പോയാൽ ഇപ്പോഴും കടന്നുകൊണ്ടിരിക്കുന്ന കാലത്തെയാണ് എന്ത് പറയുന്നത്? വിന്റർ എന്ന് പറയുന്നത്, അല്ലെ? ക്രിസ്മസ് വന്നത് എപ്പോഴാണ്? വിന്ററിലാണ്. വിന്ററിൽ നല്ല തണുപ്പുള്ള സമയത്ത് വെളുത്ത നിറത്തിൽ മഞ്ഞ് വീഴുമ്പോഴാണ് ക്രിസ്മസ് പപ്പ വന്നു പോയത്, അല്ലേ? നമ്മൾ പല ചിത്രങ്ങളിൽ കണ്ടിട്ടുണ്ട്. ക്രിസ്മസുമായി റിലേറ്റഡ് ആയ പല ചിത്രങ്ങളിലും എങ്ങനെയായിരിക്കും? വൈറ്റ് കളർ മഞ്ഞിലൂടെയൊക്കെയാണ് ആര് വരിക? സാന്റ വരിക, അല്ലേ? അതിന്റെ റീസൺ എന്താ? വിന്റർ സീസണിലാണ് ക്രിസ്മസ് നടക്കുന്നത് എന്നതാണ്. ഓക്കെ, ആൻഡ് നമ്മുടെ ഏരിയയിലൊക്കെയാണ് കുറേ തണുപ്പും ഇങ്ങനത്തെ അന്തരീക്ഷവും ഒക്കെ. ആൻഡ് വേറെ ഒരുപാട് ലോങ്ങിലൊക്കെ എങ്ങനെയാണെന്ന് അറിയാമോ? മറ്റ് സീസൺസ്, മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് മഞ്ഞ് വീണുകൊണ്ടിരിക്കും. ഫുള്ളായിട്ട് എന്തായിരിക്കും? മഞ്ഞായിരിക്കും. അവിടെ തണുത്ത് വിറച്ചു പോവും. അവിടെ നമുക്ക് നിൽക്കാൻ പറ്റില്ല. ഭയങ്കരമായിട്ടുള്ള ചൂട് നൽകുന്ന ഡ്രസ്സസ് ഒക്കെ വെയർ ചെയ്താലേ നമുക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കും. മനസ്സിലായോ?
But this season is cold. ഈ സീസൺ എങ്ങനെയാണ്? കോൾഡ് ആണ്, തണുത്തതാണ്. We wear woolen clothes to keep ourselves warm. നമ്മുടെ ശരീരം ചൂടായിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? വുളൻ ക്ലോത്ത് ധരിക്കുകയാണ് ചെയ്യുക. ഏത് സമയത്ത്? വിന്റർ സീസണിൽ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് സ്പ്രിംഗ് സീസണിലോട്ട് പോകാം. വാട്ട് ഈസ് സ്പ്രിംഗ് സീസൺ? അതാണ് വസന്തകാലം. സ്പ്രിംഗിന്റെ സ്പെല്ലിംഗ് SPRING. സ്പ്രിംഗ് സീസണിലാണ് വസന്തകാലം എന്ന് പറയുന്നത്. അതായത് പൂക്കളൊക്കെ വിരിയുന്ന, നല്ല മണമുള്ള പൂക്കളൊക്കെ വിരിഞ്ഞ് ചെടികളൊക്കെ മനോഹരമാവുന്ന, നമ്മുടെ പ്രകൃതിയൊക്കെ വളരെ സുന്ദരമാവുന്ന കാലമാണ് എന്ത്? സ്പ്രിംഗ് സീസൺ. അവിടെ എന്ത് ചെയ്യും? ഫ്ലവേഴ്സ് ബ്ലൂം എവരിവേർ ഇൻ ദിസ് സീസൺ. ഒരുപാട് പൂക്കൾ വിരിയും. പൂക്കൾ വിരിഞ്ഞാൽ എന്താ സംഭവിക്കുക? പൂന്തേൻ ഉണ്ണാൻ, പൂ കുടിക്കാൻ പൂമ്പാറ്റകൾ വരും, വണ്ടുകൾ വരും, അല്ലെ? തുമ്പികളൊക്കെ പാടും. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. പുതിയ പുതിയ പൂക്കൾ വിരിയും, ചെടികളിൽ കൂടുതൽ പൂക്കളാവും. പൂമ്പാറ്റ വരുമ്പോ അത് അപ്പുറത്തെ ചെടിയിൽ പോയിരിക്കും, വീണ്ടും പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാവും, അല്ലെ? അടുത്തത് സമ്മർ സീസൺ. വിച്ച് വൺ? സമ്മർ സീസൺ. സമ്മർ സീസൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? വേനൽക്കാലമാണ് സമ്മർ സീസൺ എന്ന് പറയുന്നത്. SUMMER സമ്മർ. SUMMER സമ്മർ. This season is hot. ഈ സീസൺ എങ്ങനെയുള്ളതാണ്? വളരെ ചൂടുള്ളതാണ്, ഹോട്ട് ആണ്. We wear cotton clothes to keep ourselves cool. നമ്മൾ എന്ത് ചെയ്യും? കോട്ടൺ ക്ലോത്ത് ആണ് ഈ കാലഘട്ടത്തിൽ ധരിക്കുക. എന്തിനാണ്? നമ്മളുടെ ശരീരം കൂളായിരിക്കാൻ, തണുത്തിരിക്കാനായിട്ട് കോട്ടൺ ക്ലോത്ത്സ് ആണ് ആ കാലഘട്ടങ്ങളിൽ ഉപയോഗിക്കുക. നമ്മൾ ഐസ്ക്രീംസ് ഒക്കെ കഴിക്കും, ഫ്രിഡ്ജിലൊക്കെ വെള്ളം വെക്കും, തണുത്ത വെള്ളം അരിയും കൊടുക്കുക, ഫുൾ ടൈം ഫാൻ ഓൺ ആക്കിയിടും, അല്ലെ? ചിലർ AC ഓൺ ആക്കിയിടും. അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണിത് വേനൽക്കാലം അഥവാ സമ്മർ സീസൺ. ആ കാലഘട്ടത്തിൽ കറണ്ട് പോയാലുള്ള ഒരു അവസ്ഥ ആലോചിക്കൂ. സഹിക്കാൻ പറ്റില്ല, രാത്രിയൊക്കെ പോയാൽ ഉറങ്ങാൻ പറ്റില്ല. അങ്ങനെയുള്ള കാലമാണ് സമ്മർ സീസൺ. എല്ലാവർക്കും അനുഭവം ഉണ്ടാവും. അടുത്തത് മൺസൂൺ ആണ്. എന്താണ് മൺസൂൺ എന്ന് പറഞ്ഞാൽ എന്നറിയാമോ? മഴ പെയ്യുന്ന കാലമാണ് മൺസൂൺ സീസൺ. ഏറ്റവും കൂടുതൽ നന്നായിട്ട് നമ്മളാണ് ഏറ്റവും ഒരു വലിയ ജേർണി ഓഫ് റെയിൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ എന്ന് പറയാം. കൂടുതൽ അളവല്ല, ഒരുപാട് ദീർഘമായി അല്ലെങ്കിൽ ലെങ്തി ആയിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സീസൺ വരുന്നത് നമ്മുടെ അവിടെയാണ്. This is rainy season. ഇതിനെ എന്ത് പറയും? Rainy season എന്ന് പറയും. You see clouds and sometimes rainbow in the sky in this season. ഈ സമയങ്ങളിൽ, ഈ മൺസൂൺ കാലഘട്ടത്തിൽ ആകാശത്ത് മഴക്കാറ് കാണാൻ സാധിക്കും. ചില സമയങ്ങളിൽ മഴവില്ലും കാണാൻ സാധിക്കും, അല്ലെ? അത് എപ്പോഴാണ് സാധിക്കുക? ഈ മഴക്കാലത്തിലാണ് സാധിക്കുക. മൺസൂൺ. മൺസൂണിന്റെ സ്പെല്ലിംഗ് MONSOON. മൺസൂൺ. അടുത്തത് ഓട്ടം ആണ്. എന്താണ്? ഓട്ടം സീസൺ. ഓട്ടം സീസൺ എന്ന് പറഞ്ഞാൽ എന്താ? അത് ഇലകളൊക്കെ പൊഴിയുന്ന കാലഘട്ടമാണ്. മരങ്ങളിലെ ഇലകളൊക്കെ കൊഴിഞ്ഞ് താഴോട്ട് വീണ് ശിഖരങ്ങൾ മാത്രമായി നിൽക്കുന്ന, ബ്രാഞ്ചസ് മാത്രമായി നിൽക്കുന്ന കാലമാണ് autumn season. The season is neither hot nor cold. അത് ചൂടുള്ളതോ തണുത്തതോ ആയ ഒരു കാലഘട്ടം അല്ല എന്നതാണ് ഇതിന്റെ പ്രത്യേകത. Season is neither hot nor cold. ഒരിക്കലും അതൊരു ചൂടുള്ള കാലമാണെന്നും പറയാൻ പറ്റില്ല, എന്നാൽ തണുത്ത കാലമാണെന്നും നമുക്ക് പറയാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തെയാണ് എന്ത് വിളിക്കുന്നത്? autumn season എന്ന് വിളിക്കുന്നത്. Trees shed their leaves in this season. എന്ത് ചെയ്യും? ഇലകൾ, മരങ്ങളൊക്കെ അവരുടെ ഇലകൾ പൊഴിക്കുന്ന, ഷെഡ് ചെയ്യുന്ന കാലഘട്ടമാണ് which season? This autumn season. ഓക്കെ, അപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് 5 സീസണുകളാണ്. ഒന്നുകൂടെ 5 സീസണുകൾ പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ വിന്റർ, the second one is spring, and the third one is summer, fourth one monsoon, and the last one autumn. ഓക്കെ, സീസണിൽ ഉപയോഗിക്കുന്ന ക്ലോത്ത് എന്താണെന്ന് അറിയാനായി അടുത്ത പേജ് കാണാം. 87 season and clothes. We wear different clothes in different seasons. നമ്മൾ പലതരം ക്ലോത്ത്സ് ആണ് പലതരം സീസണിൽ, കാലയളവിൽ ഉപയോഗിക്കുന്നത്. കാലങ്ങളിൽ മീൻസ് എന്താ പറയാ, ഈ മഴക്കാലം, മഞ്ഞുകാലം, ഇങ്ങനെ പോകുന്ന കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നത്. മൺസൂണിലാണെങ്കിൽ റെയിൻകോട്ട് യൂസ് ചെയ്യാറുണ്ട്, സമ്മറിലാണെങ്കിൽ കോട്ടൺ ക്ലോത്ത്സ് യൂസ് ചെയ്യാറുണ്ട്, വിന്ററിലാണെങ്കിൽ വൂളൻ ക്ലോത്ത്സ് യൂസ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നമ്മളുടെ എന്ത് മാറിക്കൊണ്ടിരിക്കും? ഡ്രസ് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് നോക്കാനുള്ളത് അതിലൊരു ചെറിയ ആക്ടിവിറ്റി ആണ്.
അവിടെ കുറച്ച് മന്ത്സ് തന്നിട്ടുണ്ട്, കുറച്ചല്ല എല്ലാ മന്തും തന്നിട്ടുണ്ട്. ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഇത്രയും മന്ത്സ് തന്നിട്ടുണ്ട്. ഇനിയും മന്ത്സിന്റെ പേരും സ്പെൽസും പ്രോപ്പറായി അറിയാത്ത കുട്ടികൾ നമ്മുടെ ക്ലാസ്സിലുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ പേജ് പഠിക്കുന്നതോടുകൂടി ഈ ആക്ടിവിറ്റി ചെയ്യുന്നതിനോടൊപ്പം എന്ത് ചെയ്യണം? ഈ മന്ത്സും അതിന്റെ സ്പെൽസും ബൈ ഹാർട്ട് ചെയ്തിരിക്കണം. അടുത്ത ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോട്ട് പോകുമ്പോൾ നിങ്ങൾ എന്തായിരിക്കണം? ഒരിക്കലും ഒരാൾക്കും ഒരു മന്തും അറിയില്ല എന്ന് പറയരുത്, ഒരു മന്തിന്റെയും സ്പെല്ലിംഗ് അറിയില്ല എന്നും പറയാൻ പാടില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ജാനുവരി മുതൽ ഡിസംബർ വരെയുള്ള മന്ത്സിന്റെ നെയിംസ് എഴുതി പഠിക്കുക. ഇന്ന് തന്നെ ഈ ക്ലാസ് കാണുന്ന ഉടനെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ EVS നോട്ട് എടുക്കുക. ജാനുവരി തൊട്ട് മമ്മിയോട് കോളം വരച്ച് എഴുതി തരാൻ പറയുക. ഓരോ കോളത്തിലും മോർ ദാൻ 20 ടൈംസ് നിങ്ങൾ എന്ത് ചെയ്യണം? ആ പേര് എഴുതണം, സ്പെൽസ് വായിക്കണം, ലൗഡായിട്ട് ആ പേര് പറയണം, എന്നിട്ട് എഴുതണം. ഓക്കെ, JANUARY എന്നത് പറഞ്ഞ് എഴുതണം. അങ്ങനെ സ്പെൽ മാത്രം പറഞ്ഞാൽ മതിയോ? പോരാ, ജാനുവരി എന്ന് കൂടെ പറയണം. JANUARY, ജാനുവരി എന്ന് പറഞ്ഞ് എഴുതണം. അതുപോലെ ഫെബ്രുവരി ആയാലും മാർച്ച് ആയാലും ഏപ്രിൽ ആയാലും മെയ് ആയാലും ഒക്കെ എന്ത് ചെയ്യണം? ഇതുപോലെ സ്പെൽസ് എഴുതി പറഞ്ഞ് എഴുതി പഠിക്കുക, അത് ബൈ ഹാർട്ട് ചെയ്യുക. ഓക്കെ, അത് മാത്രം പോരാ, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഒരു ഷീറ്റ് ഓഫ് പേപ്പർ എടുത്തിട്ട് ആ ഷീറ്റ് ഓഫ് പേപ്പറിൽ ഈ മുഴുവൻ മന്ത്സും വളരെ ഭംഗിയായിട്ട് എഴുതിയിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾക്ക് വിസിബിൾ ആയ ഒരിടത്ത് തൂക്കി വെക്കുകയോ സ്റ്റിക്ക് ചെയ്ത് വെക്കുക, അതായത് ഒട്ടിച്ചു വെക്കുകയോ ചെയ്യുക. അതായത് ഡെയിലി ആ മന്ത്സ് എന്ത് ചെയ്യണം? റീഡ് ചെയ്യണം. ഓക്കെ, കുറച്ചു കാലത്തിന്. നിങ്ങളത് പൂർണ്ണമായും നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോവില്ല എന്ന് തോന്നുന്നത് വരെ അതെന്ത് ചെയ്യണം? വായിച്ചുകൊണ്ടിരിക്കണം, കേട്ടുകൊണ്ടിരിക്കണം. വായിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ വേണം ചെയ്യാൻ. നിങ്ങൾ മാത്രം കേട്ടപ്പോൾ വീട്ടിലുള്ളവരൊക്കെ കേൾക്കണം. അങ്ങനെ നിങ്ങൾ ചെയ്യില്ലേ? എന്നാണ് എങ്ങനെ ചെയ്യാൻ പറഞ്ഞത് വെച്ചാൽ, നിങ്ങൾ ഒരിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും, ഞാനിത് ബൈ ഹാർട്ട് ചെയ്തല്ലോ, ഇപ്പൊ എനിക്ക് സ്പെല്ലിംഗ് അറിയാം എന്ന് പറഞ്ഞിട്ടിരിക്കും. കുറെ കഴിയുമ്പോൾ എന്താവും? നമ്മൾ ഈ ജാനുവരിയുടെ സ്പെല്ലിംഗ് ഓർക്കലൊന്നും ഉണ്ടാവില്ല, അപ്പൊ അത് മറന്നു പോകും. പിന്നീട് അടുത്ത വർഷം എന്താവും? ഓർമ്മയില്ല, പഠിച്ചതായിരുന്നു പക്ഷെ ഓർമ്മയില്ല എന്ന് പറയേണ്ടി വരും. അതിന് പകരം ഇതിനെന്ത് ചെയ്യുക? നോക്കാൻ വേണ്ടി പെട്ടെന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ എഴുതി വെക്കുക. നമ്മൾ മുമ്പ് പഠിച്ച വീക്സ് ഉണ്ടല്ലോ, വീക്ക് ഡേയ്സ്, അതും കൂടെ എന്ത് ചെയ്യുക? ഡേയ്സിനെയും കൂടെ മൺഡേ, ട്യൂസ്ഡേ, അതൊക്കെ സൺഡേ, മൺഡേ തൊട്ടുള്ളതും കൂടെ ഇതുപോലെ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ മറന്നു പോകാതിരിക്കും. അപ്പോ ഇത്രയും ചെയ്യുന്നതിനോടൊപ്പം ഇവിടുത്തെ ആക്ടിവിറ്റി നമ്മൾ പറയാൻ വിട്ടുപോയി. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? അതിന്റെ ഉള്ളിൽ വിന്റർ, സ്പ്രിംഗ്, ഓട്ടം, മൺസൂൺ, സമ്മർ, ഇത്രയും സീസൺസ് കൂടെ തന്നിട്ടുണ്ട്. ഈ സീസൺ ഏത് മാസങ്ങളിലാണ് ഉണ്ടാവുക എന്നതാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. അതിന് നിങ്ങൾ ആരുടെ സഹായം തേടണം? നിങ്ങളുടെ അച്ഛന്റെയും അമ്മയുടെയും സഹായം തേടിയിട്ട് ഏതൊക്കെ സീസണിലാണ് ഈ പറയുന്ന മന്ത്സ് വരിക, ഇതിൽ ഏതൊക്കെ മന്ത്സ് ആ സീസണുമായി റിലേറ്റഡ് ആണ്, ഓരോ സീസണുമായി റിലേറ്റഡ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം? പെൻസിൽ വെച്ച് അതിലേക്ക് മാച്ച് ചെയ്യുക, ആ സീസണിൽ നിന്ന് ആ മന്ത്സിലേക്ക് മാച്ച് ചെയ്യുക. ആദ്യം ഇത് പഠിക്കുക, ഏത് സ്പെൽസ് പഠിക്കുക, വേർഡ് പഠിക്കുക, അത് മാസത്തിന്റെ പേര് പഠിക്കുക, അത് കഴിഞ്ഞിട്ട് മാച്ച് ചെയ്യാൻ തുടങ്ങിയാൽ മതി. ഓക്കെ, ബൈ.